അപ്പൊ സാറ്റർഡേ നമ്മൾ വീണ്ടും കാണുന്നു, ടേംസ് ഉറപ്പിക്കുന്നു. വേണി അന്ന് തന്നെ എഗ്രിമെന്റ് വെക്കാം. എന്താ സജ? പിന്നെന്താ, അഡ്വക്കേറ്റിനോട് ഡ്രാഫ്റ്റ് റെഡിയാക്കാൻ പറഞ്ഞോളൂ. സഹജൻ ഇവിടെ? ഞാൻ കണ്ടില്ല. അത് സാരമില്ല, പറഞ്ഞാ മതി. എന്നാ ശരി, എല്ലാം പറഞ്ഞോല്ലേ. അവനിത് എവിടെ മാഞ്ഞതാ? എന്തായാലും പുറത്തോട്ട് പോയിട്ടില്ല. അങ്കിൾ ലോട്ടറി അടിച്ചത് കൂട്ടിയാ മതി. എന്തു പറ്റിയടാ? എടാ, ഒരു സ്കോർപിയോ നമ്മുടെ ഓഫീസിന്റെ മുമ്പിൽ വന്ന് നിന്നോ? വന്നു. അതിനെന്താ പ്രശ്നം? അതിന്റെ നമ്പർ KL018999 അല്ലേ? അതെ. എടാ, അത് ആ വണ്ടിയാടാ അന്നത്തെ. എന്നിട്ട് അവന്മാരവിടെ, ആ മൂവർ സംഘം? അവരെയൊന്നും ഞാൻ കണ്ടില്ല. അത് ഓടിച്ചോണ്ട് വന്നത് എന്റെ അച്ഛനാ. അച്ഛനോ? ആ വണ്ടി ഇങ്ങനെ അച്ഛൻ്റെ കയ്യിൽ വന്നു? 2009 മോഡൽ, വെറും 60,000 കിലോമീറ്റർ ഓടി, സൂപ്പർ നമ്പർ, റെഡ് കളർ സ്കോർപിയോ. എന്ത് കൊടുക്കണം? ഒരു 6 ലക്ഷം. ഓക്കെ, 5.5 വേണ്ട, 5. ഒരു 4 ലക്ഷം പറ, അതിന് കിട്ടുമോ? വേണ്ട, 3.5, 3.4. അയ്യ, ചുമ്മാ കിട്ടി. ഒന്ന് പോയിടാ. എടാ, വെറും 2.5 ലക്ഷം രൂപ റെഡി ക്യാഷ്. അങ്കിളെ കൊടുക്കായി. അങ്കിളുടെ കഴിവ് അപാരം തന്നെ. ഞാനതൊന്ന് എടുത്തു നോക്കി. പക്ക കണ്ടീഷൻ, വെൽ മെയിൻറ്റെയിൻഡ് കാർ. അവന്മാർക്ക് അബദ്ധം പറ്റിയതായിരിക്കും അല്ലെങ്കില്, അതോ കാശിന് അത്യാവശ്യപ്പെട്ടു നിന്നോ? ഏതായാലും അങ്കിൾ ഇതുവരെ വാങ്ങിയതിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്ത് തന്നെയായിരിക്കും. പിന്നെ സൂപ്പർ നമ്പറാ. ആ നമ്പറിന് കൊടുക്കണം കാശ്. വെൽ ഡൺ അങ്കിൾ. താങ്ക് യു മോളെ. എന്താ? അച്ഛനൊന്ന് വന്നേ, ഞാനൊന്ന് വാരി പുണരട്ടെ. സൂപ്പർ കാറാ. ഈ വിലക്ക് ഇത് ഒന്നാന്തരം തന്നെ. അസല് നമ്പറും. അങ്കിൾ എവിടെ? ഒരു കൺഗ്രാചുലേഷൻ പറയണം. അടിപൊളി. 4 പുത്തൻ ടയറാ. ഞാനൊന്ന് അനക്കി നോക്കി, സസ്പെൻഷൻ വളരെ ക്ലിയറാ. വാസുട്ടിയുടെ കണ്ണു പിഴക്കില്ല. പക്ഷേ എന്റെ മകൻ പിഴച്ചു പോയി. ലോകത്തിന്ന് വരെ ഒരു മകനും അച്ഛന്റെ മുഖത്ത് നോക്കി വിളിക്കാത്ത പുളിച്ച തെറിയാ ഇന്ന് എന്റെ മുഖത്ത് നോക്കാതെ വിളിച്ചത്. അറിയാവോ? പലതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല, ഇംഗ്ലീഷിലായിരുന്നു. എന്നാലും അവന്റെ മുഖഭാവം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി തെറിയാണെന്ന്. എല്ലാവർക്കും ബോധിച്ച വണ്ടി, അവന് മാത്രം ബോധിച്ചില്ല. എന്നെ ഈ ആപ്പീസിൽ നിന്ന് പുറത്താക്കിയാലും ശരി, ഞാൻ ഈ വണ്ടി വിൽക്കുന്ന പ്രശ്നമേ ഇല്ല. എനിക്ക് വാശിയാ. മാറണ്ടേ കൂടെ? വലിയ കുതിരയാണെന്നാ ഭാവം, കാലൊടിഞ്ഞാണെന്നേ ഉള്ളൂ. ഏകദേശം ഈ ഡയറക്ഷനോട്ടാണല്ലോ ആ വണ്ടി വന്നത്. അതെ സാർ, നമ്മൾ കുറച്ചു മുമ്പ് അവരെ കണ്ടാണല്ലോ. അമ്മ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ തന്നെ ജീപ്പ് ഓടിച്ചത്. അതൊരു പ്രശ്നമായി. മറ്റവന് നന്നായി വണ്ടി ഓടിക്കാൻ അറിയാം, അതും ഒരു പ്രശ്നമായി. ജോസപ്പേ, എടോ, വളരെ വിലപ്പെട്ടതും വിശേഷപ്പെട്ടതും കിട്ടിയാൽ ഉപയോഗിക്കാവുന്നതുമായ ഒരു സാധനം ഇവിടെ കിടപ്പുണ്ട്. താനത് കണ്ടുപിടിച്ചോ? അത് ഞാൻ വന്നപ്പോഴേ കണ്ടുപിടിച്ചു. പറ. ആ കിടക്കുന്ന ഷൂ അല്ലേ? പരട്ട ജോസപ്പേ, അതല്ല. പിന്നെ ഈ ടാക്സി ഇതുപോലെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? അതിന് ഇത് മാത്രമല്ല, ഇതുപോലെ എത്ര എണ്ണം ഉണ്ട്. അതല്ലടോ, ഒരു ദിവസം രാത്രിയിൽ നമ്മള് KL0189 വണ്ടിയുടെ പിന്നാലെ വന്ന് പൊളിഞ്ഞ വണ്ടികൾ കിടക്കുന്ന സ്ഥലത്ത് വന്നപ്പോ ഒരു ടാക്സി കണ്ടില്ലേ? അത് കറുപ്പും മഞ്ഞല്ലേ? എന്റെ ജോസഫ്, അത് ദൈവം കൊടുത്ത നിറമൊന്നും അല്ലല്ലോ, മനുഷ്യൻ അടിച്ചതല്ലേ. അതേ മനുഷ്യൻ ഈ കളറും അടിക്കരുതോ? അടിക്കാം, പക്ഷെ അന്ന് നമ്പർ ഉണ്ടായിരുന്നല്ലോ. അതും ദൈവം കൊടുത്തല്ല, മനുഷ്യന് മാറ്റാം. വേണമെങ്കിൽ ഇപ്പൊ ഈ ഓഫീസിൽ കയറി ഈ കാറിന്റെ ഹിസ്റ്ററി എനിക്ക് എടുക്കാം. പക്ഷെ ഞാൻ എടുക്കില്ല. അതെന്താണെന്ന് എനിക്കറിയാവോ? എന്തിന്? എടോ കോപ്പെ, ആ കാറല്ലേ ഈ കാറ്. ഓ, അത് ശരിയാണ്. എന്നാലും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കട്ടെ. അതും വേണം. മണിരത്നം പുതിയ പടം എടുക്കുന്നു. തൃഷയാണ് ഹീറോയിൻ. ന്യൂ ഫേസ് അന്വേഷിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞിട്ട് നീ പോയി കണ്ടാ മതി. വളരെ മുറുകൊണ്ട് എടുക്കട്ടെ സർ? എടുക്ക്. നല്ല ടേസ്റ്റാ സർ.